വയനാട് വെരുകിനെയും കാട്ടുപന്നിയെയും വേട്ടയാടിയ 3 പേരെ വനംവകുപ്പ് പിടികൂടി. ഇരളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് മൃഗവേട്ട നടന്നത്. അങ്ങാടി സ്വദേശികളായ ബിജു, ഡനിൽ, ചിയമ്മ സ്വദേശി സന്തോഷ് എന്നിവരാണ് പിടിയിലായത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വയനാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ഇവരെ എപ്പോഴാണ് പിടികൂടിയത്? എപ്പോഴായിരുന്നു ഈ മൃഗവേട്ട നടന്നത്? മനീഷ, രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ 3 പ്രതികളെയും പിടികൂടിയിട്ടുള്ളത്. ഈ വന്യമൃഗങ്ങളെ ഷോക്കേൽപ്പിച്ച് കൊന്ന് ഇറച്ചിയാക്കി വിൽപ്പന നടത്തുകയായിരുന്നു ഇവർ. തുടർന്നാണ് വനംവകുപ്പിന്റെ ഇത്തരത്തിൽ വിവരം കിട്ടുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ 3 പ്രതികളെയും ഇവർ പിടികൂടിയ ഇറച്ചിയും ഈ വെരുകിന്റെയും അതുവരെ കാട്ടുപന്നിയുടെയും ഇറച്ചിയും വനംവകുപ്പ് പിടികൂടിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഇരളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ അങ്ങാടിശ്ശേരി സ്വദേശികളായ ബിജു, ഡനിൽ, CMS സ്വദേശിയായ സന്തോഷ് എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇവർ ഈ ഷോക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് മൃഗങ്ങളെ പിടികൂടിയത്. വിൽപ്പന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളെ വേട്ടയാടുമെന്നാണ് ഇപ്പോൾ വനവകുപ്പ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഓഫീസർമാരായ സത്യൻ MS, അജിഷ് PS, ചൈനീസ് C, ജിതിൻ വിശ്വനാഥ്, അഖിൽ അശോക് എന്നിവരെ നേതൃത്വത്തിലാണ് ഈ ഒരു നടപടി നടന്നിട്ടുള്ളത്. നേരത്തെ തന്നെ വലിയ രീതിയിൽ വയനാട്ടിൽ പലതരങ്ങളിലും ഇത്തരത്തിൽ കാട്ടുപന്നിയെയും മറ്റ് വന്യമൃഗമാനിനെ അടക്കം ഇത്തരത്തിൽ പിടികൂടി കറിവെച്ച് കഴിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വെരുകിനെയും കാട്ടുപന്നിയും പിടികൂടിയ 3 പേരെ ഇപ്പോൾ വനവകുപ്പ് പിടികൂടിയിട്ടുള്ളത്. എന്തായാലും മറ്റ് നടപടികളിലേക്ക് വനവകുപ്പ് നടന്നിട്ടുണ്ട്. ഇവരെ കോടതിയിലടക്കം ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് വനവകുപ്പ് കടക്കുകയാണ്. മനീഷ്.